നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളിൽ ഏറിയ പങ്കും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വലിയ മനോവിഷമത്തിൻ്റെ കാര്യമാണ്. അത് വേറൊന്നുമല്ല, നമ്മൾ ഏറ്റവും അധികം സ്നേഹിച്ചവർ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടപ്പെട്ടവർ എന്ന് കരുതി നാം കൊണ്ടു നടന്നിരുന്നവർ നമ്മളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സഹിക്കാൻ പറ്റാത്ത വേദനയെ പറ്റിയാണ്. ശരിയല്ലേ? നമ്മൾ അത്രയും അധികം ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നവർ, നമ്മൾ അത്രയും അധികം ജീവിതത്തിൽ വാല്യൂ കൊടുത്തിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ടുപിരിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വേദന തീരെ ചെറുതായിരിക്കില്ലല്ലോ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇവർക്കൊക്കെ ഇത്ര വേഗം നമ്മളെ മറക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത് എന്നൊക്കെ? എന്നാൽ ഒരു സത്യം പറയട്ടെ, ആരെയും നിർബന്ധിച്ച് എവിടെയും പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ യാചിച്ച് നേടുന്ന അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് നേടുന്ന സ്നേഹത്തിന് അധികം ആയുസ്സും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അവർക്ക് നന്നായി അറിയാം ഈ സ്നേഹം അല്ലെങ്കിൽ ഈ ബന്ധം നമ്മുടെ മാത്രം ആവശ്യമാണെന്ന്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെ ഉണ്ടാവൂ എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായും നമ്മളിൽ മാനസിക സംഘർഷവും വേദനയും ഉണ്ടാവും എന്നുള്ളതാണ്. ഒടുവിൽ അവർ നിങ്ങളെ ഇട്ടിട്ടും പോകും. അപ്പോൾ അതുകൊണ്ട് ആരുടെയും പുറകെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് പോകാതിരിക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളെ വേണ്ട എന്ന് വെച്ചു പോയവരും നിങ്ങളെ വില കുറച്ച് കണ്ടവരും ഒരു ദിവസം നിങ്ങളെ ഓർത്ത് വേദനിക്കണമെന്നും വിഷമിക്കണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെടുത്തിയതോർത്ത് അവർ വിഷമിക്കണമെന്നും കുറ്റബോധം തോന്നണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അവിടെയാണ് ഇക്കാര്യത്തിലുള്ള ചാണക്യ നീതിയുടെ തന്ത്രം വരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ചാണക്യ നീതിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ചാണക്യ തന്ത്രത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ അവസാന ഘട്ടം എത്തുമ്പോഴേക്കും നിങ്ങളുടെ സ്നേഹം തട്ടിത്തെറിപ്പിച്ച് പോയവരുടെ മുന്നിൽ എങ്ങനെ തലയുയർത്തി നിൽക്കാമെന്നും അവർ നിങ്ങളെ നഷ്ടപ്പെടുത്തിയത് അവരുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണെന്ന് എങ്ങനെ അവരെ ബോധ്യപ്പെടുത്താമെന്നും നിങ്ങൾ പഠിക്കും. അപ്പോൾ അതിലേക്ക് വന്നാൽ, നമ്മൾ എല്ലാവരും ചെയ്യുന്ന വലിയ ഒരു തെറ്റ് എന്താണെന്നറിയാമോ? ഒരാൾ നമ്മളെ ഇഗ്നോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഇട്ടിട്ട് പോകുമ്പോൾ നമ്മൾ അവരുടെ പിന്നാലെ നടക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, എന്താണ് എന്നോട് സംസാരിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് യാചിച്ച് അവരുടെ പിന്നാലെ നടക്കും. എന്നാൽ ഒന്ന് ഓർത്തു വെച്ചോളൂ, നിങ്ങൾ എത്രത്തോളം യാചിച്ച് ഇത്തരത്തിൽ അവരുടെ പിന്നാലെ നടക്കുന്നുവോ അത്രയും വേഗത്തിൽ അവർ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ എത്രത്തോളം അവരുടെ പിന്നാലെ പോകുന്നുവോ അത്രത്തോളം അവരുടെ കണ്ണിൽ നിങ്ങൾ വിലയില്ലാത്തവനായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ അമിതമായ വിനയവും യാചനയും ചിലപ്പോൾ നിങ്ങളെ വല്ലാതെ ബലഹീനനായി കാണിക്കും. മറിച്ച് അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ സൈലൻസ് കൊണ്ട് അവർക്ക് മറുപടി നൽകണം. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ മുമ്പിൽ അവൈലബിളായ ഒരു ഓപ്ഷനായി അവർക്ക് മുമ്പിൽ നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളൊരു നല്ല മൊബൈൽ ഫോൺ നല്ല പാക്കിങ്ങോടുകൂടി വാറണ്ടിയോടുകൂടി ഒരു നല്ല ഷോറൂമിൽ പോയി വാങ്ങുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ നേരെ മറിച്ച് അതേ ഫോൺ വഴിയിൽ കളഞ്ഞു കിട്ടിയാൽ അതിന് രണ്ടിനും നിങ്ങൾ ഒരേ വിലയാണോ കൊടുക്കുക? തീർച്ചയായുമല്ല. ശരിയല്ലേ? മറിച്ച് ആ മൊബൈൽ ഒരു നല്ല പാക്കിങ്ങോടുകൂടി നല്ല ഷോറൂമിൽ ചില്ലുകൂട്ടിനകത്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആ വില കൊടുക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ മൊബൈലിന് ആ വാല്യൂ വരുന്നത് എന്നും മനസ്സിലാക്കണം. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഒരു ഡയമണ്ട് ലോക്കറിൽ ഭംഗിയായി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതിന് കൊടുക്കുന്ന വില റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ കാണുന്ന ഉരുളൻ കല്ലുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. അതിനെ നടക്കുന്ന വഴിയിൽ നമ്മൾ കാലുകൊണ്ട് തട്ടി മാറ്റിയിട്ടിട്ട് പോകാറില്ലേ? അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മളെ ഇട്ടിട്ട് പോയതോർത്ത് അവരിൽ നഷ്ടബോധവും കുറ്റബോധവും തോന്നാനുള്ള ഒന്നാമത്തെ കാരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, സൈലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളത്, എപ്പോഴും അവൈലബിൾ ആക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. സ്ഥിരമായി പുറകെ നടന്നും അവരുടെ സോഷ്യൽ മീഡിയയിൽ ചുറ്റിപ്പറ്റി
മെസ്സേജ് അയച്ചും ഒക്കെ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങളെ മിസ് ചെയ്യില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളെ ഒരാൾ അവഗണിക്കുകയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ യാതൊരു മുന്നറിയിപ്പും കൂടാതെ അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. പകരം പുറകെ നടക്കാനോ പരാതി പറയാനോ വഴക്കുണ്ടാക്കാനോ നിൽക്കരുത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ ആയുധം എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ അങ്ങനെ മിണ്ടാതിരുന്ന് വിട്ടുനിന്നാൽ അവർ എന്നെ മറന്നു പോവില്ലേ എന്ന്. എന്നാൽ കേട്ടോളൂ, നിങ്ങളെ മറക്കാൻ അവർക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ പെട്ടെന്നുള്ള ഈ അപ്രത്യക്ഷമാകൽ അവരുടെ ഈഗോയെ ഹർട്ട് ചെയ്യും. ഇന്നലെ വരെ എൻ്റെ പിന്നാലെ നടന്ന ഇയാൾക്കിത് പെട്ടെന്ന് എന്തു പറ്റി എന്നുള്ള ചിന്ത അവരുടെ ഉറക്കം കെടുത്തും തീർച്ച. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതോർത്ത് ഏറ്റവും കൂടുതൽ കുറ്റബോധം തോന്നാനും വിഷമിക്കാനുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട എന്നാൽ പവർഫുള്ളായ ഒരു മാർഗം നമ്മൾ വിജയിച്ച് കാണിക്കുക എന്നുള്ളതാണ്. ചാണക്യൻ പറയുന്നത്, ഒരു ശത്രുവിനെ തോൽപ്പിക്കാൻ ആയുധം എടുക്കുന്നതിനേക്കാൾ നല്ലത് അവരെക്കാൾ ഉയരത്തിൽ വളരുക എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ അവർ ഒരു കാര്യം ചിന്തിക്കണം, അന്ന് ഞാൻ ഇട്ടിട്ട് പോയ ആ പഴയ ആളല്ല ഇത്. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഒരു വളർച്ച ഇവർക്ക് എങ്ങനെ ഉണ്ടായി എന്നോർത്ത് ഇവർ അതിശയിക്കുകയും ചെയ്യണം. എന്നാൽ സാധാരണ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യാറ്? ആകെ തളർന്ന് ഒരു മുറിയിൽ അടച്ചിരിക്കും, ഭക്ഷണം കഴിക്കില്ല, സ്വന്തം കാര്യം ഒന്നും ശ്രദ്ധിക്കില്ല, അല്ലെങ്കിൽ കരഞ്ഞു തീർക്കും. അതുമല്ലെങ്കിൽ മറ്റു ചിലർ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി അതിൽ അഭയം പ്രാപിക്കും. ഇതൊക്കെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. പക്ഷേ ഒന്നോർത്തോളൂ, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഇട്ടിട്ട് പോയവർ തിരിച്ചു വരികയൊന്നും ചെയ്യില്ല. അവർക്ക് നിങ്ങളോട് സഹതാപവും പുച്ഛവുമായിരിക്കും തോന്നുക. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇതിന് നേരെ ഓപ്പോസിറ്റായ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിച്ച് ഏറ്റവും ഉയരത്തിലെത്തുക എന്നുള്ളതാണ്. അത് കാണുമ്പോൾ തീർച്ചയായും അവരുടെ ഉള്ളിലൊരു തീ കത്തും. ഇത്രയും വാല്യുള്ള ഒരാളെയാണോ ഞാൻ അന്ന് വേണ്ടെന്ന് വെച്ചത് എന്നോർത്ത് വിഷമിക്കുകയും അവർക്ക് നഷ്ടബോധം ഉണ്ടാവുകയും ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷവും വിജയവുമാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നർത്ഥം. മറ്റൊരു വഴി കുറച്ച് കടുപ്പമാണ്. പക്ഷേ നിങ്ങൾ ഇത് പഠിച്ചാൽ തീർച്ചയായും നിങ്ങളൊരു സൂപ്പർ ഹ്യൂമനായി മാറും എന്നുള്ളതാണ്. അത് മറ്റൊന്നുമല്ല, ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ ഇഗ്നോർ ചെയ്യുകയും നമ്മൾ യാചിച്ച് പുറകെ നടക്കുകയും ചെയ്യുന്നവരുടെ മനസ്സിൽ അവർക്ക് നമ്മളുടെ മേൽ എന്തോ ഒരു പ്രത്യേക അധികാരമുണ്ട് എന്ന ഭാവമാണ്. അത് എന്താണെന്നറിയാമോ? അവർ വിചാരിച്ചാൽ നമ്മളെ വിഷമിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കരയിക്കാനും സാധിക്കും എന്നുള്ള ഒരു അധികാര ഭാവമാണത്. ഇത് തന്നെയാണ് ഇമോഷണലി ഒരാളെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും. എന്ന് വെച്ചാൽ നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും റിമോട്ട് അവരുടെ കയ്യിൽ കൊടുക്കരുത് എന്നർത്ഥം. ചാണക്യൻ പറയുന്നത്, അമിതമായ അടുപ്പം ദുഃഖത്തിന് കാരണമാവുന്നു എന്നാണ്. ഈ വിഷയത്തെ പറ്റിയുള്ള ഒരു വീഡിയോ ഇതിന് തൊട്ടു മുമ്പിൽ ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ആർക്കും നിങ്ങളുടെ സന്തോഷത്തെയും സങ്കടത്തെയും നിയന്ത്രിക്കാനുള്ള അധികാരം നൽകരുത്. കടലിലെ തിരമാലകൾ പോലെയാണ് വികാരങ്ങൾ, അത് വരും പോകും. പക്ഷേ നിങ്ങൾ ആ കടലിലെ പാറ പോലെ ഉറച്ചു നിൽക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന ആ ഭാവം അവരെ തകർത്ത് കളയും. നിങ്ങളെ ഒരു ഓപ്ഷനായി മാത്രം കണ്ടവരുടെ മുൻപിൽ നിങ്ങളൊരു പ്രയോറിറ്റിയായി മാറണമെങ്കിൽ ഇതേയുള്ളൊരു മാർഗം. എക്കണോമിക്സിൽ ഒരു നിയമമുണ്ട്, ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. എന്ന് വെച്ചാൽ സുലഭമായി ലഭിക്കുന്നതിന് വില കുറയുകയും ലഭ്യത കുറഞ്ഞാൽ വിലയും ഡിമാൻഡും കൂടുകയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സാമീപ്യം, ഇതൊക്കെ വളരെ വിലപ്പെട്ടതാണ്. ഇതൊക്കെ അർഹതയില്ലാത്തവരുടെ മുൻപിൽ വെറുതെ വാരിക്കോരിക്കൊടുത്ത് നഷ്ടപ്പെടുത്താനുള്ളതല്ല. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾ തിരക്കുള്ള ഒരാളാവുക. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും കരിയറിൻ്റെയും പിന്നാലെ പോവുക.
അപ്പോൾ ലോകം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ വരും തീർച്ച. നിങ്ങളെ നഷ്ടപ്പെട്ടത് അവർക്കൊരു നഷ്ടമായി തോന്നണമെങ്കിൽ ആദ്യം നിങ്ങളൊരു അസറ്റായി മാറണം. ഒന്നോർക്കുക, അവർക്ക് ശരിക്കും നഷ്ടബോധവും കുറ്റബോധവും തോന്നുന്നത് നിങ്ങൾ സന്തോഷത്തോടെ വിജയത്തോടെ ജീവിക്കുമ്പോഴാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി കരഞ്ഞു തീർക്കും എന്നാണ് അവർ വിചാരിച്ചിരുന്നതെങ്കിൽ അവരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ പറന്നുയരണം. അതാണ് ശരിക്കുമുള്ള അവർക്കുള്ള ശിക്ഷ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കണം. ഒന്ന്, ആരെയും നിങ്ങളുടെ വാല്യൂ കുറയ്ക്കാൻ അനുവദിക്കില്ല. 2, ഓരോ നിമിഷവും നിങ്ങളുടെ കരിയറിനായി വളർച്ചയ്ക്കായി മാറ്റിവെക്കും എന്നുള്ളത്. പോകേണ്ടവരൊക്കെ പോകേണ്ടവരായിരുന്നെന്നും അവരൊന്നും നിങ്ങളെ അർഹിച്ചിരുന്നില്ല എന്നും സ്വന്തം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ കാണും വരെ നന്ദി, നമസ്കാരം.